വിത്ത് ഡിസൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനിത. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ചുരിദാറിൻ്റെ കളക്ഷൻസ് തന്നെയാണ്. നല്ല എൻക്വയറീസ് ആണ് നമുക്ക് ചുരിദാറിൻ്റെ കളക്ഷൻസിന്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ നെറ്റ് കോട്ട സ്റ്റഫിലാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് ഷെയ്ഡിലാണ്. ഇത് കണ്ടോ, ഫുള്ള് വരുന്നത് നമ്മുടെ സ്റ്റഫ് വരുന്നത് ചെക്കോട്ട സ്റ്റഫിലാണ്. ഇതിനകത്ത് ഇതിൻ്റെ യോക്ക് പോർഷൻ നല്ല ഭംഗിയിൽ വരുന്നത് ക്രോസ് സ്റ്റിച്ചിൽ നല്ല രസമുള്ള കോമ്പിനേഷൻ ഷെയ്ഡിലാട്ടോ. അതെന്ന് പറഞ്ഞാൽ നല്ലൊരു മൾട്ടി ഷെയ്ഡിലാണ് ത്രെഡുകൾ ഉപയോഗിച്ച് ആ വർക്ക് പാറ്റേൺ വരുന്നത്. അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ക്രോഷ്യ ലേസ് അതിനകത്ത് അറ്റാച്ച് ചെയ്താണ് ആ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ഇതുണ്ട് ഇതുപോലെ. ഇതിന്റെ ഫ്രണ്ടും ബാക്കിയും എല്ലാം വരുന്നത് ഇതേപോലെ സെയിം തന്നെയാണ്. ബോട്ടം വരുന്ന ഇതേപോലെ ഇതുണ്ടോ, പ്യുർ കോട്ടണിലാണ് നമ്മുടെ ബോട്ടം വരുന്നത് കേട്ടോ. ഷോള് വരുന്നത് നമ്മുടെ ചെക്കോട്ട സ്റ്റഫിൽ തന്നെ. ഇത് കേട്ടോ, ഇത് ഇതിനകത്തും ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇതേപോലെ സെയിം ഫ്ലവറിന്റെ പാറ്റേൺ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. അത് കൂടാതെ ഒരു ക്രോഷ്യ ലേസ് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 1850 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു ക്രീം ഷെയ്ഡ്. അതായത് നമുക്ക് ആർക്കും ചേരുന്ന നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്. മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ്. ഇതിന്റെ യോക്ക് നോക്കി അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ക്രോഷ്യ ലേസ് വരുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ മിഡിൽ ഭാഗത്ത് നോക്കി നല്ല രസമുള്ള പിങ്കിന്റെ നല്ലൊരു പിസ്താഗിരിയുടെ ഒക്കെ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ക്രോസ് സ്റ്റിച്ചിലാണ് ആ ഒരു ഫ്ലവേഴ്സ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അത് നല്ല രസമുള്ള കോമ്പിനേഷൻ ഷെയ്ഡാണ് വരുന്നത്. ബോട്ടം വരുന്നത് പ്യുർ കോട്ടണിൽ സെയിം ഈ ഒരു ക്രീം ഷെയ്ഡ് തന്നെയാണ്. ഷോൾ നോക്കിയതുണ്ടോ, ഇതേപോലെ ഇന്റർമീഡിയറ്റ് ആയിട്ട് തന്നെയാണ് ആ ഫ്ലവർ വരുന്നത്. സൈഡിലും ആ ഒരു ക്രോഷ്യയുടെ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. 1850 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന്റെ അടുത്ത ഷെയ്ഡ് കിട്ടാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു അക്വാട്ടിക് ഗ്രീൻ കളറിലാട്ടോ. നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്. ഇതൊക്കെ നല്ല ലൈറ്റ് ടോണിൽ വരുന്ന ചാർട്ടാട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് നോക്കി അതേപോലെ തന്നെ സെയിം കളർ ടോണിൽ വരുന്ന റണ്ണിങ് ആ ക്രോസ് സ്റ്റിച്ചാണ് വരുന്നത്. ആ ഒരു സെയിം കളർ ടോണിൽ, അതായത് ബോഡിയുടെ സെയിം ടോണിൽ വരുന്ന ക്രോഷ്യ ലേസും ഹൈലൈറ്റ് ചെയ്തായിട്ട് വരുന്നുണ്ട്. ഷോൾ നോക്കിയ ഷോൾ ആണെങ്കിൽ നല്ല ഭംഗിയിൽ ഇതുണ്ട്. ആ ഇന്റർമീഡിയറ്റ് ആയിട്ട് ആ ബോഡിയിൽ വരുന്ന സെയിം ടോണിൽ വരുന്ന ത്രെഡുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇതിനകത്ത് വരുന്ന ഫ്ലവേഴ്സ് വരുന്നത്. ബോട്ടം വരുന്ന പ്യുർ കോട്ടണിൽ സെയിം ടോണിൽ തന്നെയാണ് വരുന്നത്. തൈ പോലെ സോഫ്റ്റ് കോട്ടൺ സ്റ്റഫായിട്ട് ബോട്ടത്തിന് കൊടുത്തിരിക്കുന്നത്. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. 1850 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന് അടുത്ത ഷെയ്ഡിലേക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് പിസ്താഗ്രി ഷെയ്ഡാണ്. ഈ ഷെയ്ഡൊക്കെ എല്ലാം ആകെ ചേരുന്ന നല്ലൊരു ടോണാട്ടോ വരുന്നത്. ഇതിനകത്തും ഇതൊക്കെ യോക്കിന്റെ സൈഡിൽ അതേപോലെ തന്നെ സെയിം ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ഷെയ്ഡ് ഉപയോഗിച്ചുള്ള ക്രോസ് സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഹൈലൈറ്റ് ചെയ്ത് ക്രോഷ്യ ലേസ് വരുന്നുണ്ട്. ഷോൾ വരുന്നത് ഇതുണ്ട് ഇതേപോലെ നല്ല രസമുള്ള കളർ ടോണാട്ടോ. ബോട്ടം വരുന്നത് പ്യുർ കോട്ടണിനകത്ത് തന്നെ സെയിം ടോണിൽ തന്നെ ഇതുപോലെയാണ് ബോട്ടം വരുന്നത്. റേറ്റ് വരുന്നത് സെയിം തന്നെ. 1850 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്കിതിന് അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ട സ്റ്റഫിലാണ്. ഇത് കുറച്ച് ഡാർക്ക് ടോൺ ആണ് വരുന്നത്. ഇതിനകത്തും വരുന്നത് ക്രോസ് സ്റ്റിച്ച് തന്നെയാണ്. ഇതിന്റെ മിഡിൽ ഭാഗം നോക്കി അതേപോലെ തന്നെ യോക്ക് പോർഷനിൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബീച്ചിന്റെ തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ടോണുകൾ പ്ലസ് ഒരു ബ്രൗൺ ഷെയ്ഡ് ഗ്രീന് ചെറുതായിട്ട് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ക്രോഷ്യ ലേസ് ഹൈലൈറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള ഷോളോട് കൂടിയാട്ടോ ഈ സെറ്റ് വരുന്നത്. ഇതിന്റെ ഷോൾ നോക്കിയാൽ നല്ല രസമുള്ള ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ വൺ സൈഡ് ഉണ്ട്. വൺ സൈഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതേപോലെ രണ്ട് സൈഡിലും ലേസ് പാറ്റേൺ വരുന്നുണ്ട്. മിഡിൽ ഭാഗത്ത് നോക്കിയതുണ്ട് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ആ യോക്ക് പോർഷൻ വരുന്ന സെയിം കോമ്പിനേഷൻ ഷെയ്ഡിൽ ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് വെച്ച് നല്ല ഹെവി ആയിട്ട് തന്നെയുള്ള വർക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ആ ഒരു ലേസ് ആണ് ഇതിന്റെ സൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബോട്ടം വരുന്നത് ഇതിന്റെ കളർ ടോണിൽ വരുന്നത്, അതായത് ആ ഒരു പീച്ച് ഷെയ്ഡാണ് ബോട്ടത്തിന് വരുന്നത്. ഇതുപോലെ റേറ്റ് സെയിം തന്നെയാട്ടോ. 1850 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇതിനകത്ത് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് പീച്ച് കളർ തന്നെയാണ്. പീച്ചാണ് ഹൈലൈറ്റ് ചെയ്തതിന്റെ ചെസ്റ്റ് പോർഷനിലും യോക്കിലും ഒക്കെ വരുന്നത് ഇതേപോലെ. അതും ആ ഒരു ക്രോസ് സ്റ്റിച്ച് തന്നെയാണ് യോക്കിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോളാണ് നമ്മുടെ ഹെവിയും ഹൈലൈറ്റും ആയിട്ട് വരുന്നത്. ഇതുണ്ടോ, വൺ സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള വർക്ക് തന്നെയാണ്. അത് രണ്ട് സൈഡിലും ആ വർക്കിന്റെ രണ്ട് സൈഡിലും ഹൈലൈറ്റ് ചെയ്ത് ലേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോഴും ആ ഒരു സെയിം ലേസ് തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ പീച്ച് കളറിൽ തന്നെ ഇതുണ്ട് ഇതേപോലെ. റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. 1850 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് ഇന്നത്തെ നമ്മൾ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ്. ഇന്നത്തെ നമ്മുടെ ചുരിദാറിന്റെ ചെക്കോട്ടയിൽ വരുന്ന ചുരിദാർ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്നത്തെ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ത്രൂ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വിത്ത് ഡിസൈൻ്റെ പുതിയ എപ്പിസോഡുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.